നമസ്കാരം. തമിഴ് സിനിമാ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് സംവിധായകൻ വിഘ്നേഷിന്റെ കരിയറിലെ വളർച്ച കണ്ടത്. എന്റർടൈനിംഗ് സിനിമകളുടെ മുൻനിര സംവിധായകനായി വിഘ്നേഷ് മാറുമെന്ന് ഏവരും പറയുന്നു. പോടാ പോടി എന്ന ആദ്യ സിനിമ പരാജയപ്പെട്ടെങ്കിലും ഞാനും റൌഡിതാൻ എന്ന സിനിമ ഹിറ്റായതോടെ തമിഴകത്ത് വഴിത്തിരിവായി. മികച്ച വിജയം നേടിയ സിനിമ വിഘ്നേഷിന്റെ ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തു. കരിയറിനൊപ്പം വിഘ്നേഷിന്റെ ജീവിതവും ഈ സിനിമയിലൂടെ മാറിമറിഞ്ഞു. അതേസമയം ഇക്കാലയളവിനിടെ വിഘ്നേഷിന്റെ കരിയറിലുണ്ടായ വീഴ്ച ചെറുതല്ല. ഞാനും റൌഡിതാനിന് ശേഷം ഒരു ഹിറ്റ് സിനിമ പോലും വിഘ്നേഷിനില്ല. അജിത്തിനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയിൽ നിന്നും വിഘ്നേഷിനെ മാറ്റുകയും ചെയ്തു. തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവന്റെ കരിയർ ഗ്രാഫ് കണ്ടത്. ആദ്യ സിനിമ പോടാ പോടി വിജയിച്ചില്ലെങ്കിലും 2015 ഞാനും റൌഡിതാൻ എന്ന സിനിമ വിജയമായതോടെയാണ് വിഘ്നേഷ് മുൻനിര സംവിധായകനായി മാറിയത്. വിജയ് സേതുപതി, നയൻതാര എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത്. നായിക നയൻതാര വിഘ്നേഷിന്റെ ജീവിതത്തിലെ നായികയുമായി. ഇന്ന് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് വിഘ്നേഷും നയൻതാരയും. എന്നാൽ വിവാഹശേഷം വിഘ്നേഷിന്റെ കരിയറിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത്. ഒടുവിൽ പുറത്തിറങ്ങിയ കാത്വാക് 2 കാതൽ എന്ന സിനിമയും പരാജയപ്പെടുകയാണുണ്ടായത്. വിഘ്നേഷ് സംവിധാനം ചെയ്യാനിരുന്ന അജിത് ചിത്രത്തിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി. വിഘ്നേഷിന്റെ തിരക്കഥയിൽ നിർമ്മാണ കമ്പനിക്ക് അതൃപ്തി തോന്നിയതിനെ തുടർന്നാണ് മാറ്റം. അജിത്തിനെ പോലൊരു സൂപ്പർ താരത്തിന്റെ സിനിമയിൽ നിന്നും പുറത്താക്കിയത് വിഘ്നേഷിന്റെ കരിയറിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കരിയറിൽ ശക്തമായ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ് വിഘ്നേഷ് ശിവൻ. ലവ് ഇൻഷുറൻസ് കമ്പനിയാണ് വിഘ്നേഷിന്റെ പുതിയ ചിത്രം. പ്രദീപ് രംഗനാഥനാണ് ചിത്രത്തിലെ നായകൻ. ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ. വിഘ്നേഷ് പുതിയ സിനിമയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് അന്തരൻ പറയുന്നു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേഗത്തിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വിഘ്നേഷ് ശിവന് നേരെ കുറ്റപ്പെടുത്തൽ വന്നിരുന്നു. വിഘ്നേഷ് ഷൂട്ടിങ്ങിന് വൈകിയാണ് പോയിരുന്നത്. മീഡിയകളിൽ ഇത് വിഷയമായി. ഇപ്പോൾ വിഘ്നേഷ് ശരിയായി. ഇപ്പോൾ കൃത്യമായി ഷൂട്ട് ചെയ്യുന്നു. അതിന് കാരണം ഈ സിനിമയ്ക്ക് ഇപ്പോൾ വിഘ്നേഷും പണം മുടക്കുന്നുണ്ട്. സിനിമയിൽ ആദ്യ നിർമ്മാതാവായിരുന്ന ലളിത് ഒരു തുക നൽകിയ ശേഷം മാറി നിന്നു. ബാക്കിയുള്ള പണം മുടക്കുന്നത് വിഘ്നേഷ് ശിവനാണ്. സ്വന്തം പണം മുടക്കിയപ്പോൾ ഷൂട്ടിങ്ങിന് കൃത്യമായി എത്തി. മറ്റുള്ളവരുടെ പണത്തിന് വില വെക്കാതെ സ്വന്തം പണം മാത്രം നോക്കുന്ന ചിലരുണ്ടെന്നും അന്തരൻ പറഞ്ഞു. അടുത്ത കാലത്തായി നയൻതാരയ്ക്ക് നേരെയും കടുത്ത വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. താൻ അഭിനയിക്കുന്ന സിനിമകളുടെ പ്രൊമോഷന് നടി വരാറില്ല. എന്നാൽ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിച്ച കണക്ട് എന്ന സിനിമയുടെ പ്രൊമോഷന് നയൻതാര എത്തി. ഇത് നിർമ്മാതാക്കൾക്കും നീരസമുണ്ടാക്കുന്നുണ്ട്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ നയൻതാരയുടെ മിക്ക സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്നപൂർണിയാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. താരത്തിന്റെ പുതിയ സിനിമകളിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. മലയാളത്തിൽ ഡിയർ സ്റ്റുഡന്റ് എന്ന സിനിമയിൽ നയൻതാര അഭിനയിക്കുന്നുണ്ട്. നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ. നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്.